ഈ പെൺകുട്ടി വാഹനാപകടത്തിൽപ്പെട്ട ഒരാളെ രക്ഷിക്കുന്നു. അയാൾ തന്റെ ബോധം വീണ്ടെടുത്തപ്പോൾ പെൺകുട്ടിയുടെ ദേഹത്ത് ഇതളുകളുടെ രൂപത്തിൽ ഒരു ചിഹ്നമുണ്ടെന്ന് മനസ്സിലാവുന്നു. അയാൾ പെൺകുട്ടിയെ കിടക്കയിലേക്ക് തള്ളിയിട്ടിട്ട് തന്റെ ജീവൻ രക്ഷിക്കുകയാണെങ്കിൽ $5 ദശലക്ഷം പെൺകുട്ടിക്ക് നൽകാമെന്ന് പറയുന്നു. ഈ യുവാവിന് ഒരു അപൂർവ രോഗമുണ്ടായിരുന്നു. അയാൾ 10 ദിവസം മാത്രമേ ജീവിച്ചിരിക്കൂ എന്ന് ഒരു മന്ത്രവാദി പറയുകയും ഇതിന് പ്രതിവിധിയായി പൂയിതളുകളുടെ ജനനചിഹ്നമുള്ള ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് അടുപ്പം നിലനിർത്തിയാൽ മാത്രമേ അയാൾക്ക് ജീവൻ നിലനിൽക്കൂ എന്ന് പറയുന്നു. ആ യുവാവ് 10,000-കണക്കിന് പെൺകുട്ടികളുടെ ഇടയിൽ നിന്ന് ആ പെൺകുട്ടിയെ കണ്ടെത്താൻ ശ്രമിച്ചിട്ടും അവനെ രക്ഷിക്കാൻ കഴിയുന്ന ആ പെൺകുട്ടിയെ അവന് കണ്ടെത്താൻ സാധിച്ചില്ല. ഇന്ന് അപ്രതീക്ഷിതമായി പൂവിതളുകളുടെ ജനനചിഹ്നമുള്ള പെൺകുട്ടിയെ കണ്ടുമുട്ടിയെങ്കിലും പണത്തിനായി തന്നെ വിൽക്കാൻ ആ പെൺകുട്ടി തയ്യാറായിരുന്നില്ല. അവൾ ആ പുരുഷനെ ചൂലിനടിച്ച് വീട്ടിന് വെളിയിലാക്കുന്നു. പെൺകുട്ടിയുടെ പശ്ചാത്തലം ഉടനടി അന്വേഷിച്ചിട്ട് വിവരം നൽകാൻ അയാൾ അസിസ്റ്റന്റിനെ ഏർപ്പാടാക്കുന്നു. അതേസമയം പെൺകുട്ടിയുടെ അമ്മയ്ക്ക് അടിയന്തരമായി കാലിന് ശസ്ത്രക്രിയയുടെ ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ അവളുടെ കയ്യിൽ മതിയായ പണമുണ്ടായിരുന്നില്ല. അതേസമയം പെൺകുട്ടി പുറത്തു നിന്നൊരു ശബ്ദം കേൾക്കുന്നു. അത് വേറെ ആരുമായിരുന്നില്ല, കുറച്ച് ഡോക്ടേഴ്സ് ആയിരുന്നു. പെൺകുട്ടിയുടെ അമ്മയെ ചികിത്സിക്കാനായി ഒരു മെഡിക്കൽ ടീമിനെ തന്നെ ധനികനായ യുവാവ് അങ്ങോട്ടേക്ക് അയച്ചിരുന്നു. ആ യുവാവിനെ അവിടെ കണ്ടപ്പോൾ മാത്രമാണ് അയാളാണ് ആ മെഡിക്കൽ സംഘത്തെ അങ്ങോട്ട് അയച്ചതെന്ന് അവൾക്ക് മനസ്സിലായത്. എന്ത് ചെയ്യണമെന്നറിയാതെ പെൺകുട്ടി വളരെയധികം പകച്ചു നിൽക്കുന്നുണ്ട്. എന്താണ് യുവാവിന്റെ ആവശ്യമെന്ന് അവൾ അയാളോട് ചോദിക്കുന്നു. പെൺകുട്ടിയുമായി ഒരു രാത്രി ചെലവഴിക്കണമെന്ന് അയാൾ ആവശ്യപ്പെടുന്നു. എന്നാൽ വിവാഹത്തിന് ശേഷമേ അതിന് സാധിക്കൂ എന്ന് പെൺകുട്ടി തറപ്പിച്ചു പറയുന്നു. വീട്ടിൽ തിരിച്ചെത്തിയ പെൺകുട്ടിയാവട്ടെ ഇനിയും വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ തയ്യാറായിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ അയാൾ ആജ്ഞാപന സ്വരത്തിൽ അവൾ തന്റേത് മാത്രമാണെന്ന് പറയുന്നു. എന്നാൽ താമസിയാതെ തന്നെ പെൺകുട്ടിയുമായി അയാൾ പ്രണയത്തിലാവുന്നു.